ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ കളിക്കുന്നത്. ചിലി, ബൊളീവിയ എന്നിവരാണ് ബ്രസീലിന്റെ എതിരാളികൾ. ഇതിനു വേണ്ടിയുള്ള പ്രിലിമിനറി സ്ക്വാഡ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി കണ്ടെത്തി കഴിഞ്ഞു എന്നത് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം വിനീഷ്യസ് ജൂനിയറെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ടതാണ്. അതായത് ആദ്യത്തെ മത്സരം കളിക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് കഴിയില്ല. കാരണം അദ്ദേഹത്തിന് സസ്പെൻഷനാണ്. പിന്നീട് ഒരു മത്സരമാണ് അവശേഷിക്കുന്നത്. ആ ഒരൊറ്റ മത്സരത്തിന് വേണ്ടി വിനിയെ കൊണ്ടുവരാൻ കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന് വിശ്രമം നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി വിനിയെ മാറ്റി നിർത്തിയിട്ടുള്ളത്. ഒരു മത്സരമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുക. ആ മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം നൽകാം എന്ന് ആഞ്ചലോട്ടി ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നെയ്മർ ജൂനിയറെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പ്രീ ലിസ്റ്റിൽ ഉൾപ്പെട്ട ചില താരങ്ങളുടെ പേരുകൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. റോഡ്രിഗോ, എഡർ മിലിറ്റാവോ, അദ്ദേഹം ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് മടങ്ങിയെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൊസൈറോക്ക് വേണ്ടി ഗോളടിച്ചു കൂട്ടുന്ന കയോ ജോർഹയെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പരിഗണിച്ചിട്ടുണ്ട്. ക്രുസൈറോയുടെ മാത്യൂസ് പെരേര, അതുപോലെ തന്നെ ഫാബ്രിസിയോ ബ്രൂണോ എന്നിവർ ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാസ്കോയുടെ പൗലോ ഹെൻറിക്കെ, സാവോ പോളോയുടെ മാർക്കോസ് അന്റോണിയോ, അതുപോലെ തന്നെ ബോട്ടഫോഗോയുടെ അലക്സ് ടെല്ലസ്, വിറ്റീഞ്ഞോ, ഡാനിലോ എന്നിവരൊക്കെ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവാണ് ഇപ്പോൾ ആരാധകരെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.